എല്ലാവർക്കും നമസ്കാരം. സൂര്യാഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. സമൂസയുടെ ഒക്കെ ഒരു ഷേപ്പായിരിക്കും. ഇതിന് കറക്റ്റായിട്ടൊരു പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് ചീകിയെടുക്കുക. ശർക്കര പാവ് കാച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ചീകിയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ജീരകം ഇടാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർക്കാം. നന്നായിട്ടത് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഇതിങ്ങനെ ചെയ്യാതെ വിളയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് നമുക്ക് വിളയിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് എന്തോരം ഗോതമ്പ് പൊടി വേണോ അത്രയും ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കണം. നമുക്ക് ഉരുളകളാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. അതിനുശേഷം ഓരോ ബൗളും എടുത്തിട്ട് ചപ്പാത്തി പ്രസ്സിലിട്ടിട്ട് ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ആ ഫില്ലിങ്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും അതുപോലെ അടിഭാഗവും മടക്കി കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് ഒരു ത്രികോണ ഷേപ്പായിട്ടുണ്ട്. അതായത് നമ്മുടെ സമൂസയുടെയൊക്കെ ഒരു ഷേപ്പായിട്ടുണ്ട്. ഓരോന്നും അതുപോലെ മടക്കി കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടി ഹെൽത്തി നമുക്ക് ഗോതമ്പ് പൊടി തന്നെയാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. ഇത് ഇങ്ങനെ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിത് ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തൂക്കുക. ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഇത്തിരി തീ കൂടുതലായിരുന്നു. പിന്നെ ഞാനത് കുറച്ചു. എന്നിട്ടത് മറച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കഴിയും പരിപാടിയൊക്കെ. അങ്ങനെ ഓരോന്ന് ഇതുപോലെ ദോശക്കല്ലിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണിത്. വൈകുന്നേരം ചായയുടെ കൂടെയോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇത് ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് എണ്ണയിൽ വറുത്തെടുത്ത് അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ ഇതുപോലെ ദോശക്കല്ലിൽ ചുട്ടെടുത്തുണ്ടാക്കുന്നത് തന്നെയാണ്. എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഈ ഗോതമ്പ് ശരിക്കും ആ ഒരു പൂരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കൂടി വരും അതിന്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു സ്വീറ്റ് സമൂസ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.